ആറാം ചമ്മയ്ക്ക് പ്രാന്തായ കാണാൻ നല്ല ചേലാണ്. ശരിയല്ലേ? ഈ ഒരു കഥ പറയട്ടെ. എൻ്റെ നാട്ടില് ഞാൻ 10 പഠിക്കുമ്പോഴാ ഒരു ചേച്ചി ഒളിച്ചോടിപ്പോയി. എൻ്റെ ആ ടൈമില് ഉള്ള കല്യാണ വീട്ടിലും ഉള്ള മരണ വീട്ടിലും പിന്നെ എന്ത് പരിപാടി ഉണ്ടായാലും, അതായത് 4 ആള് കൂടുന്ന എന്ത് പരിപാടി ഉണ്ടായാലും അവിടുത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാല് ഈ ചേച്ചീന്റെ ഒളിച്ചോട്ടത്തിന്റെ റോഡ് മാപ്പ്, പിന്നെ ആ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ്, പിന്നെ ഒബ്വിയസ്ലി ഇതൊക്കെ പാരന്റ്സിന്റെ കുറ്റം കൊണ്ടാന്ന് പറഞ്ഞ് കുറെ ബ്ലെയിം അവരെ പുറത്തേക്ക് ഇടുമല്ലോ, വളർത്തു ദോഷം എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ടും. പിന്നെ അടുത്ത ഗോസിപ്പ് സ്റ്റോറി വന്നപ്പം അത് അതിൽ മുങ്ങിപ്പോയി. എനിവേ, ആൾക്കാർക്ക് ആ ഒരു വ്യഗ്രത ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഗോസിപ്സ് കേൾക്കാനും പറയാനും ഒക്കെ ഉള്ള ഒരു സാധനം, ത്വര, ആ ഒരു സാധനം ഇത് എന്താ പറയാ സ്റ്റിൽ തുടരുന്നുണ്ട് എൻ്റെ നാട് ആസ് വെൽ ആസ് മേ ബി നിങ്ങളെ നാട്ടിലും. ആൻഡ് ഈ അടുത്തൊരു വാർത്ത വന്ന്, ആദ്യമായിട്ട് ഒരു മലയാളി, മൂപ്പരെ പേര് വന്നിട്ട് അനിൽ മേനോൻ എന്നാണ്, സാറ് സ്പേസ് വാക്ക് നടത്തി, അതായത് ബഹിരാകാശത്ത് കൂടെ നടന്നു. ആൻഡ് ഹൗ മെനി ഓഫ് യു വാച്ച് ദാറ്റ് ന്യൂസ്? എത്ര പേര് അറിഞ്ഞിട്ടുണ്ടായി? പക്ഷേ ഇതേ സമയം കുറച്ച് ആഴ്ചയായിട്ട് ഒരു യൂട്യൂബ് ഫാമിലീനെ ബേസ് ചെയ്തിട്ട്, കപ്പിളിനെ ബേസ് ചെയ്തിട്ടൊരു ന്യൂസ് ഇറങ്ങിയപ്പോൾ നമ്മളൊക്കെ അത് കാണുന്നുണ്ട്. എടാ, ഓക്കെ, 1 ഡേ 2 ഡേ എക്സ്പെക്റ്റഡ് അത് ഉണ്ടാവും. പക്ഷേ ഇത് 1 വീക്ക് ആയിട്ട്, ഇത് മറ്റേ സീരീസ് ഒക്കെ നമ്മളെ ദൃശ്യം 1, 2, 3 ഒക്കെ ഇറങ്ങുന്ന പോലെ 1, 2, 3 എന്ന് പറഞ്ഞ പാട്ടായിട്ട് അത് ബേസ് ചെയ്തിട്ട് ഈ ആൾക്കാർ വീഡിയോ ഇറക്കുന്നു. ചിലതൊക്കെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അതിൽ പറയും, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ എൻ്റെ ഫ്രണ്ട്, ആ ഒരു ഫാമിലിക്ക് അങ്ങനെ സംഭവിച്ചാല് അത് ഞാൻ 4 ആളോട് പറഞ്ഞു നടക്കുകയാണോ വേണ്ടേ? അല്ലെങ്കിൽ ഞാൻ അത് എനിക്കല്ലേ, എനിക്കും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നി ഞാൻ അതിൽ ഫീൽ ചെയ്യല്ലേ ചെയ്യുക? അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഒരു ഇൻസിഡന്റ് അങ്ങനെ നടന്നാൽ അതും ഇങ്ങനെ എല്ലാവരോടും പറയുമോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമോ, അങ്ങനെയാണോ വേണ്ടേ? മേ ബി അങ്ങനെ ആൾക്കാരും ഉണ്ടല്ലോ, എക്സ്പെഷ്യലി വീഡിയോ ചെയ്യുന്നവരെയാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഒബ്വിയസ്ലി ഞാനും എൻ്റെ ഫാമിലി എന്നെ പുറത്താക്കി, ഞങ്ങൾ തിരിച്ചു വന്നു, ഞങ്ങൾ യോജിച്ചു, അങ്ങനെ പറഞ്ഞ് വീഡിയോ ചെയ്ത് അരി മേടിക്കുന്നവരും ഉണ്ട് ഫോർ ഷുവർ. എനിവേ, ആ കാറ്റഗറി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി എൻ്റെ നാട്ടുകാർക്ക് അന്ന് ചെയ്തത് അല്ലെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അവർക്കൊരു മനസുഖം മാത്രമാണ് കിട്ടിയതെങ്കിൽ, ഇവിടെ ചില ആളുകൾ ഈ കണ്ടന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ, ഈ ഒരു ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് വെറും മനസ്സുഖമല്ല, പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും അവരുടെ വീഡിയോയ്ക്ക് വ്യൂസ് ഒക്കെ കയറിയിട്ട് പൈസയാണ് കിട്ടുന്നത്, അല്ലേ? കാണുന്ന നമ്മൾ ആരായി? ഐ വാസ് ആൾസോ സംവൺ ഹൂ യൂസ് ടു സീ ലോട്ട് ഓഫ് ഗോസിപ്പ് ന്യൂസസ്. ഒരുപാട് കാണും. അതായത് ഇതിനൊക്കെ എനിക്ക് എന്തോ ലാഭം കിട്ടുമോ ചോദിച്ചാൽ ഇല്ല, ഒന്നും കിട്ടിയില്ല. പക്ഷെ നഷ്ടം ഉണ്ടായോ ചോദിച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടായി. വെച്ചാൽ ഒരു AI വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അത്രയും എന്താ പറയാ ബുദ്ധി, ഇങ്ങനെ കുമിഞ്ഞു കൂടിയിരിക്കുന്ന തലച്ചോറുകളാണടാ നമ്മളൊന്നും യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന നമ്മുടെയൊക്കെ തലച്ചോറും. അവിടെ ഫീൽ ചെയ്യേണ്ടത് ഒരുപാട് നല്ല ഇൻഫർമേഷൻ ആണ്, ഒരുപാട് നല്ല എന്താ പറയാ നോളജ് ആണ്. അതിന് പകരം ഇങ്ങനെ അൺനെസസറി ന്യൂസ് ഒക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. ലൈക്ക് നമ്മൾ ക്രഷിന്റെ ഒക്കെ ആയിരിക്കും സ്റ്റാക്ക് ചെയ്യുക, പക്ഷെ ഐ യൂസ് ടു സ്റ്റാക്ക് ടു സെലിബ്രിറ്റീസ്. ചില ഇവർ തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഓരോ പോയി സ്റ്റാക്ക് ചെയ്യും. ഈ ലൈക്ക് ഇന്നലെ വരെ ഐ യൂസ് ടു ഡു ദ സെയിം. ഇന്നലെ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. എന്നിട്ട് ഇവരെ രണ്ടുപേരുടെയും സ്റ്റോറി, ലാസ്റ്റ് 2 പോസ്റ്റ്, ഇതൊക്കെ നോക്കി ഞാൻ കളഞ്ഞ സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യായിരുന്നു. ആ റിയലൈസേഷനിലേക്ക് ഞാൻ ഇപ്പോഴാണ് എത്തിയത്. പറഞ്ഞു വന്നത്, ഈ അടുത്തായിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പം, അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ വന്നപ്പം, ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാണ്ട് ടു ടോക്ക് സംതിങ് അബൌട്ട് ദിസ് ടോപ്പിക്. ആൻഡ് ഇതിൽ 2 കൂട്ടരാണ്. ഒന്ന് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ടീം. ഒരമ്പക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റൂല, ഒരു നിർത്തിയില്ല, അല്ലേ? രണ്ടാമത്തത് നമ്മളെ പോലെ ഇതൊക്കെ കാണുന്ന ആൾക്കാർ. ഞാനിപ്പം ഇങ്ങനത്തെ ന്യൂസ് പോപ്പപ്പ് ചെയ്ത് വരുമ്പം ഈ ഇൻസിഡന്റ് ബേസ് ചെയ്ത് തന്നെ കുറേ ന്യൂസിനെ ഞാൻ പോയിട്ട് എന്ത് ചെയ്യും, നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കും. ഇൻഫാക്ട് ചില സാധനങ്ങളൊക്കെ നമുക്ക് റിപ്പോർട്ട് അടിക്കാൻ തോന്നും. അങ്ങനെ അടിക്കാൻ തോന്നുകയാണെങ്കിൽ യു ഹാവ് ടു ഡു ദാറ്റ്, അത് ചെയ്യും. ഇത് ഇങ്ങനത്തെ ഒക്കെ കാണാതിരിക്കുക, ഇൻസ്റ്റന്റ് നല്ല നല്ല ന്യൂസുകൾ കേൾക്കുക. അതായത് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഒരിക്കലും മാറൂല. അപ്പം നമ്മളും ഇതിന്റെ ഒരു പാട്ടാവാണ്ട് നിൽക്കുക. കാരണം നാളെ നമ്മളെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ നല്ല സുഖമുള്ള പരിപാടിയാണോ അത്? 10 ആള് അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞു പോണ അത്ര സുഖമുള്ള ഏർപ്പാടാണോ? അല്ലല്ലോ. സോ അത്ര തന്നെ. സോ എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യന്മാരെ, നിങ്ങളാരും ഈ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരല്ല. കാരണം ഞാനിത് പറയുന്നത് ആരെക്കുറിച്ചാണ് അവരല്ല കേൾക്കുന്നത്. പക്ഷേ ഈ കണ്ടന്റുകൾ അൺഫോർച്ചുനേറ്റ്ലി കാണുന്ന ആൾക്കാരാണെങ്കിൽ വി ഹാവ് ടു സ്റ്റോപ്പ് ദ ട്രെൻഡ്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, നിങ്ങളുടെ ബ്രെയിൻ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കാം. സോ കുറച്ച് മുന്നേ വരെ എൻ്റെ അടുത്ത് ആരെങ്കിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ന്യൂസ് ചോദിച്ചാൽ ഞാൻ ഒന്നും അറിയാതെ, ഞാൻ ഈ ലോകത്തേ അല്ല എന്ന് പറഞ്ഞ് നിൽക്കും. പക്ഷേ ഗോസിപ്പ് ചോദിച്ചാൽ ഞാൻ അതെ അതെ ഫുൾ എക്സ്പ്ലെയിനും ചെയ്ത് കൊടുക്കും. സോ ഞാൻ എൻ്റെ മിസ്റ്റേക്സിന്ന് റിയലൈസേഷൻ കിട്ടി ഇങ്ങനെ മാറി മാറി വരികയാണ്. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ഇങ്ങനെ ഒരു വീഡിയോ
ചെയ്യുന്നത് കൊണ്ട് ആരെങ്കിലും ഒരാളെങ്കിലും മാറി ചിന്തിച്ചാൽ ഐ ഫെൽ സോ പ്രൗഡ് അബൌട്ട് മൈസെൽഫ്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ഫ്രം ഗൗരി.